ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ പോണ്ടിച്ചേരിയിലെത്തി ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ പോയത് ഭാരതി പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പാർക്കുള്ളത് പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗണിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാനും ഈസി ആയിരുന്നു. പക്ഷെ നടക്കാൻ കുറച്ചധികം തന്നെയുണ്ട്. ഇത് പണ്ട് ഫ്രഞ്ചുകാർ ഇവിടെ പണിത് വെച്ചൊരു സ്മാരകമാണ്. നമ്മൾ പിന്നെ പാർക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒന്നല്ല പോയത്. നമുക്ക് കുറച്ചു നേരം ഒന്ന് വർത്താനം പറയാം. ഈ പുള്ളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഈ പുള്ളി ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൂടിയത്. അപ്പം മാക്സിമം ടൈം കൊച്ചൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. അവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ കുറേ പ്ലേ ഗ്രൗണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നീ ഒപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വന്നു. ഇതവിടെ ആ മരത്തിൽ ഒരു തത്ത ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് ദബോന് മാത്രം കാണാൻ പറ്റുന്നില്ല. ലാസ്റ്റ് അപ്പോൾ ഫോട്ടോ എടുത്ത് ദബോന് ഇത് കാണിച്ചു കൊടുത്തു. പിന്നെ ചെക്കിംഗ് ടൈം ആയപ്പം നേരെ വണ്ടി എടുത്ത് ഹോട്ടലിലേക്ക് പോയി. അവിടെ ചെന്നതേ ലിഫ്റ്റ് കയറി അപ്പോൾ ഒരു തവണ പോയിട്ട് വീണ്ടും തിരിച്ചു വരണയാണ് നിയോപ്പനെ കൊണ്ട്. നിങ്ങൾക്ക് തിരിച്ച് അവിടെ തന്നെ ഇറങ്ങാൻ പാടില്ല. തിരിച്ചു വന്നത് ആ ലിഫ്റ്റിൽ 4 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ അടുത്ത തവണ വന്നത്. മമ്മി അവിടെ ചെരിഞ്ഞ് ഇതാണ് 4 പേർക്ക് വരാൻ പറ്റിയ ലിഫ്റ്റില്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. വാതിലൊക്കെ കഷ്ടപ്പെട്ട് തുറന്ന് റൂമിൻ്റെ ഉള്ളിൽ കയറി. ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ ഫൺ പാർട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ ഒരു വലിയ റൂമിലാണ് കിടന്നത്. 10 പേർക്ക് കിടക്കാൻ പറ്റിയ കുറേ ബെഡുള്ള ഒരു വലിയ റൂമിൽ. സൂപ്പർ, അടിപൊളി. ഒരു ഫാൻ കറങ്ങുന്നില്ല. ആ ഫാനിന്റെ ഇടയിൽ ചേട്ടായി. ഗൈസ് എങ്ങനെയുണ്ട്? റൂമിലെത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ സന്തോഷമാണ് കുറച്ചു മുമ്പ് കേട്ടത്. എങ്ങനെയുണ്ട് നമ്മളാ റൂം? ഓ എന്റെ പൊന്നെ, അത്ര വേണ്ടായിരുന്നു. റൂമിലെത്തി എല്ലാവരും തേരാ പാല നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പലൂനാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ബെഡും വേണമെന്ന് പറഞ്ഞ് ആ ബെഡിൽ കയറി കിടപ്പായി. ദബോ ആണെങ്കിൽ അവിടെ ബെഡിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. വേറെ ആരായിട്ടല്ല, ചേട്ടായി ആയിട്ടാണ്. ഇത്രയും ബെഡ് ഉണ്ടായിട്ട് അവസാനം ചേട്ടൻ ഡൈനിങ് ടേബിളിൽ വരെ കിടക്കാൻ തീരുമാനിച്ചു. പിന്നെ ആ പാവം കൊച്ചിനെ അപ്പലും ശ്യാം ചേട്ടനും കൂടെ തുണിയിൽ ചുരുട്ടാൻ പോവാണ്. അപ്പൊ ബാക്കി വിശേഷമായി അടുത്ത വ്ളോഗിൽ കാണാം. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.